ദാദർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചെറിയ കടക്കാരന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തിൽ നിന്നാണ് വടാപാവ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1861 അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധ കാരണം മുംബൈയിൽ ടെക്സ്റ്റൈൽ വിപ്ലവം ഉണ്ടായി. തുടർന്ന് 1960-കളാകുമ്പോഴേക്കും ദാദർ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ തന്നെ വ്യാവസായിക തൊഴിലിനായി കുടിയേറുന്ന തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രമായി മാറി. പ്രധാനമായും കൊങ്കൺ പ്രദേശത്തു നിന്നും മഹാരാഷ്ട്രയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് കോട്ടൺ മില്ലുകളിൽ ജോലി ചെയ്യാനായി എത്തിയിരുന്നത്. 1966 ദാദർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ കട ആരംഭിച്ച അശോക് വൈദ്യയുടെ മനസ്സിൽ ആളുകൾക്ക് നടക്കുമ്പോഴും കഴിക്കാനാകുന്ന, എന്നാൽ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതുമായ ഒരു പുതിയ വിഭവത്തിന്റെ ആശയം രൂപം കൊണ്ടത്. അതിനെ തുടർന്ന് ഇതിനോടകം തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന പാവ് എന്ന ബ്രെഡിനകത്ത് ഉരുളക്കിഴങ്ങ് നിറച്ച വടയും സുഖാ ചട്ടനിയും ചേർത്തപ്പോൾ വടാപാവ് എന്ന സ്വാദിഷ്ടമായ വിഭവം ജനിച്ചു. വടാപാവിൽ ഉപയോഗിക്കുന്ന വടയ്ക്ക് പ്രചോദനം കിട്ടിയത് ഏകദേശം 1920 നാരായൺ വിഷ്ണു ഖാന എന്ന വ്യക്തിയുടെ മാമാ ഖാനെ സ്വച്ഛ ഉപഹാർ ഗൃഹ എന്ന ഭക്ഷണശാലയിലെ അടുക്കളയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ ബറ്റാറ്റ വട അഥവാ പൊട്ടറ്റോ വടയ്ക്ക് ആരംഭത്തിൽ ഏകദേശം 10 മുതൽ 15 പൈസ വരെ വില ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1960-കളുടെ അവസാനത്തോടെ ഈ വിഭവം ജനപ്രിയമായി മാറുകയും ചെയ്തു. 1970-കളിലും 80-കളിലും ബാൽ താക്കറെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ മഹാരാഷ്ട്രക്കാരെ ഭക്ഷ്യ വ്യാപാര രംഗത്തേക്ക് കടക്കാൻ പ്രോത്സാഹിപ്പിച്ചതോടെ ഈ സ്നാക്കിന്റെ വ്യാപനം കൂടുതൽ വേഗത്തിലായി. ഇന്ന് വടാപാവ് പാവപ്പെട്ടവരുടെ ബർഗർ എന്നറിയപ്പെടുന്നു. മുംബൈയുടെ അതിവേഗ വ്യാവസായിക തൊഴിലാളി വർഗ സംസ്കാരത്തിന്റെ പ്രതീകമായ വടാപാവ് ഒരു സ്റ്റേഷൻ സ്റ്റാളിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യ മുഴുവൻ തെരുവ് കടകളിലും ചന്തകളിലും ഹൈ എൻഡ് ഫുഡ് ചെയിനുകളിലും ലഭ്യമായ ഒരു ജനപ്രിയ ഫാസ്റ്റ് ഫുഡ് ഐറ്റമായി മാറി. ഇതിന്റെ മറ്റൊരു പ്രശസ്തമായ ആദ്യകാല രൂപമാണ് കിടുക്കി വടാപാവ്. 1968 വാസി ബന്ധു സ്ഥാപിച്ച ഈ കടയിൽ വടാപാവ് ഒരു ജനാലയിലൂടെ അഥവാ കിടുക്കിയിലൂടെ കൈമാറിയതിനാലാണ് ആ പേര് ലഭിച്ചത്. ചുരുക്കി പറഞ്ഞാൽ വടാപാവ് ഒരു രുചികരമായ തെരുവ് ഭക്ഷണം മാത്രമല്ല, മുംബൈയുടെ തിരക്കേറിയ ടെക്സ്റ്റൈൽ മിൽ മേഖലയായ ഗിറാഗൺ പ്രദേശത്ത് നിറഞ്ഞ വയറിനും കുറഞ്ഞ ചെലവിനും സസ്യാഹാര സൗകര്യത്തിനും അനുയോജ്യമായ ഒരു പ്രായോഗികവും ജനകീയവുമായ കണ്ടുപിടുത്തമായിരുന്നു. ഇനി മറ്റൊരു കൗതുകകരമായ സംഭവമായി വീണ്ടും കാണാം.